വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് എന്താ ഫോണൊക്കെ പിടിച്ചിട്ട് മാസ്റ്റർ പ്ലാൻ ഫോർ IBPS SBI ക്ലർക്ക്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ട് ചോദിച്ചിരുന്നു IBPS SBI ക്ലർക്ക് എന്ന എക്സാം എഴുതാമോ, നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും മേജർ ഡൗട്ടുകൾ ഇംഗ്ലീഷിനെ കുറിച്ചുള്ളതൊന്ന് പറയാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന കുറേ റിപ്ലൈസിനൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് യൂട്യൂബിൽ കൂടെ തന്നെ എന്ത് ചെയ്യണം റിപ്ലൈ തരാനായിട്ട് പോകണം. അതാ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞാൻ പ്ലെയിൻ സ്ലൈഡ് ഇട്ട് ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇത് എല്ലാവർക്കും പറ്റുന്ന ജനറൽ ഒരു വീഡിയോ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഏത് സെക്ഷനിൽ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ RC, ക്ലോസ് ടെസ്റ്റ്, പിന്നെ അടുത്തതായിട്ട് എറർ ഡിറ്റക്ഷൻ, ആൻഡ് പാരാജമ്പിൾ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതും. എന്നാൽ കൂടുതൽ കുട്ടികൾ അതായത് വൊക്കാബ് ബേസ്ഡ്, പിന്നെ ഉള്ളത് വൊക്കാബ് ബേസ്ഡ്, ഇവയൊക്കെയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഫീൽ ചെയ്യുന്നതും അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതിൽ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണെന്ന് എന്നോട് ചോദിച്ചത് ഒറ്റ മറുപടി ഇതേ ഉള്ളൂ മക്കളെ. RC, ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ, പാരാജമ്പിൾ, വൊക്കാബ് ബേസ്ഡ്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും IBPS-നും SBIക്കും കിട്ടും. എനിക്കതിൽ എത്ര ശതമാനം ഉറപ്പാണെന്ന് വെച്ചാൽ 100%, 100% എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഈ ടോപ്പിക്സ് എന്തായാലും നിങ്ങൾക്ക് IBPS-നും ഉണ്ടാവും, SBIക്കും ഉണ്ടാവും. ഇവരെ കളഞ്ഞിട്ടുള്ള ഒരു എക്സാം ഇംഗ്ലീഷിൽ ഇല്ല, എസ്പെഷ്യലി ബാങ്ക് എക്സാമിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് വിചാരിക്കുന്നു. എത്ര ക്വസ്റ്റ്യൻ വരും ഇതിന്, ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും ചോദിച്ചിട്ടുണ്ട്. അതും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോ RC ആണെങ്കിൽ 6-7 ചോദ്യമുള്ള ഒരു RC ചോദിക്കും. ക്ലോസ് ടെസ്റ്റ് 5-6 ഗ്യാപ്പുള്ള ഒരു ക്ലോസ് ടെസ്റ്റ് ചോദിക്കും. എറർ ഡിറ്റക്ഷൻ കൂടിപ്പോയാൽ 3 അല്ലെങ്കിൽ 4, അത് ചിലപ്പോൾ 2 ആവാനും ചാൻസ് ഉണ്ട്. പാരാജമ്പിൾ ഒരെണ്ണം, 6 സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ഒരു പാരാജമ്പിൾ ആയിരിക്കും കൂടുതലും ചോദിക്കുക. വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കൂടിപ്പോയാൽ ഒരു 3 ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് RCക്കകത്ത് കയറിയും വരാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ അടുത്ത ഡൗട്ടിനുള്ള ആൻസർ. ഏതൊക്കെ ടോപ്പിക്ക് ഉറപ്പായിട്ടും വരും എന്നുള്ളതിന് RC, ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ, പാരാജമ്പിൾ, വൊക്കാബ് ബേസ്ഡ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇനി എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബ്ലൂ കളർ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഡൗട്ട് നോക്കട്ടെ. കോർ ഏരിയാസ് ആണ് കുട്ടികളെ, ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മുടെ കോർ ഏരിയാസ്. നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത വീക്ക്ലി സ്റ്റഡി പ്ലാൻ തരാമോ? വീക്ക്ലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ തന്നെ അവരുടെ സ്ട്രോങ്ങർ വീക്കർ ഏരിയാസ് നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് മിസ്സാക്കാൻ പാടില്ലാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ 30 മിനിറ്റ്സ് എഡിറ്റോറിയലിന് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. എഡിറ്റോറിയൽ വായിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം RC, ക്ലോസ് ടെസ്റ്റ്, വൊക്കാബ്, പാരാജമ്പിൾ, ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും ഈ RC വായിക്കുന്നത്. നിങ്ങളുടെ റീഡിംഗ് സ്പീഡ് കൂടും, നിങ്ങൾ വൊക്കാബ് പഠിക്കും. ചിലപ്പോൾ നമ്മൾ വായിച്ച് മറന്നുപോയ ഏതെങ്കിലുമൊക്കെ RC തന്നെയായിരിക്കും നമുക്ക് പാരാജമ്പിൾ ആയിട്ടും റീഡിംഗ് കോംപ്രഷൻ വായിച്ചു മറന്നുപോയ എഡിറ്റോറിയൽ ആയിരിക്കും നമുക്ക് RC ആയിട്ടോ പാരാജമ്പിളോ ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം വായിക്കുന്ന എഡിറ്റോറിയൽ തന്നെ RC ആയിട്ട് കിട്ടിയാൽ നിങ്ങൾ ഓൾറെഡി വായിച്ച് മനസ്സിലാക്കിയതല്ലേ, അപ്പൊ എളുപ്പം വായിക്കാൻ പറ്റും. ആ കോണ്ടെക്സ്റ്റ് തലയിലുണ്ടാവും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ അതൊരു ഭയങ്കര എളുപ്പമാണ്. പിന്നെ നിങ്ങൾ എളുപ്പമുള്ള പണിയാണ് ഈ ദിവസവും എഡിറ്റോറിയൽ ഒരു 30 മിനിറ്റ് കൊടുക്കുക എന്നുള്ളത്. ഡെയിലി ചെയ്യേണ്ട കാര്യം കേട്ടോ. ഡെയിലി മിസ് ഔട്ട് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഒരു 20 മിനിറ്റ് അടുത്ത വൊക്കാബിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. വൊക്കാബ് പഠിക്കാം. അതായത് നിങ്ങൾ RC വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന വാക്കുകൾ, ഇപ്പൊ ചിലപ്പോൾ സിമ്പിൾ വാക്കായിരിക്കും, മിറ്റിഗേഷൻ എന്ന വാക്കായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട്. ആ വേർഡ് അങ്ങോട്ട് എഴുതുക, അതിന്റെ മീനിങ് അങ്ങോട്ട് എഴുതുക, സിനണിംസ് എഴുതുക, ആന്റണിംസ് എഴുതുക, മലയാളത്തിൽ വേണമെങ്കിൽ മീനിങ് എഴുതി വെച്ചോ. 20 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഒരു ദിവസം വായിച്ച എഡിറ്റോറിയൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ച വൊക്കാബ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിലേക്ക് എഴുതുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഇനി കാണാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് എന്ത് ചെയ്യാം, ഒരു 40 മിനിറ്റ് എടുത്ത് 2 സെക്ഷണൽ ചെയ്യാം. എന്ത് ചെയ്യാം, 2 സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാം. ഇംഗ്ലീഷിന്റെ കാര്യമായിട്ടോ പറയണേ. അപ്പോ 40 മിനിറ്റ് എടുത്ത് 2 സെക്ഷണൽ ചെയ്യാം, 20 മിനിറ്റിൽ വൊക്കാബ് ചെയ്യാം, 30 മിനിറ്റിൽ എഡിറ്റോറിയൽ ചെയ്യാം. എന്നിട്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു നെക്സ്റ്റ് ഒരു 30 മിനിറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാം.
അതായത് നിങ്ങൾ ഈ എടുത്ത സെക്ഷണലിന്റെ അനാലിസിസ് നിങ്ങളൊരു 30 മിനിറ്റ് ചെയ്യാം. സിമ്പിൾ. ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരാളുണ്ട്, അതും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അത് അടുത്ത ഒരു 30 മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് ഞാൻ ഈ കളറിൽ എഴുതിയാൽ ശരിയാവത്തില്ല, ഞാൻ ഗ്രീനിൽ എഴുതാം, കാരണം ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിവൈസ് ഗ്രാമർ റൂൾസ്. എന്തൊക്കെ വന്നാലും ഞാൻ പറയും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, ഡിന്നർ കഴിച്ചു എങ്കിൽ ഉറപ്പായിട്ടും ഗ്രാമർ റൂൾസും പഠിച്ചിരിക്കണം, വായിച്ചിരിക്കണം. റിവിഷൻ ഇസ് മസ്റ്റ്. 30 മിനിറ്റ് ഗ്രാമർ റിവിഷൻ, 30 മിനിറ്റ് എഡിറ്റോറിയൽ, 20 മിനിറ്റ് വൊക്കാബ്, 40 മിനിറ്റ് 2 സെക്ഷനും, 30 മിനിറ്റ് അതിന്റെ സൊല്യൂഷൻ അനാലിസിസും ചെയ്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഏതൊരാൾക്കും പാസ്സാവാം, ഉറപ്പായിട്ടും പാസ്സാവാം. നിങ്ങൾ ഇവിടുത്തെ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ വീക്ക്ലി പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഓക്കെ ആർട്സ് ഇത്ര ചെയ്യൂ, ക്ലോസ്റ്റേഴ്സ് ഇത്ര ചെയ്യുന്നു ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തെ കാറ്റഗറൈസ് ചെയ്യണം എന്ന് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആക്ഷൻ പ്ലാൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തു തരാം. ആൻഡ് എങ്ങനെ പെട്ടെന്ന് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം, ഒറ്റ വഴിയേ ഉള്ളൂ. നന്നായിട്ട് എന്ത് ചെയ്യുക, ഗ്രാമർ റിവിഷൻ ചെയ്ത് ബേസ് സെറ്റ് ആക്കുക. ദിവസവും ഒരു RC, ഒരു ക്ലോസ് ടെസ്റ്റ്, ഒരു പാരാജമ്പിൾ, ഒരു എറർ ഡിറ്റക്ഷൻ പ്രാക്ടീസ് ചെയ്യുക ദിവസവും. അതായത് ഒരു സൺഡേ നിങ്ങൾ ഹോളിഡേ എടുത്തിട്ട് ബാക്കി ദിവസം ചെയ്താലും കുഴപ്പമില്ല. കോർ ടോപ്പിക്സ് ഡെയിലി ഓരോന്ന് വെച്ച് ചെയ്തു നോക്കാം. പിന്നെ സെക്ഷണൽ കണ്ടിന്യൂസ്ലി എടുക്കുക. അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരു ബുക്ക് നിങ്ങൾ എടുത്തിട്ട് ആ ബുക്കിന് നിങ്ങൾ പേരിടുക മോക്ക് ബുക്ക്. എന്നതിടാ, മോക്ക് ബുക്ക് എന്ന് പേരിടുക. എന്നിട്ട് അതിനകത്ത് ഡേറ്റ് ഫസ്റ്റ് കൊടുക്കുക. നിങ്ങൾ എടുത്ത എക്സാം എടുത്ത ഡേറ്റ് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഏത് സൈറ്റിൽ നിന്നാണോ എക്സാം എടുത്തത് ആ സൈറ്റിന്റെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് എത്രയാണോ അത് നിങ്ങൾ കൊടുക്കുക, അറ്റംപ്റ്റ് കൊടുക്കുക. ദെൻ അതിനുശേഷം എന്ത് കൊടുക്കുക, കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര കിട്ടി, നെഗറ്റീവ് എത്രയായി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒരു ടേബിൾ വരച്ച് ആ ബുക്കിൽ നോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഗ്രോത്ത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇനി ഡെയിലി മിനിമം എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഗ്രാമർ, വൊക്കാബ്, എഡിറ്റോറിയൽ, നോ കോംപ്രമൈസ്. ഗ്രാമർ, വൊക്കാബ്, എഡിറ്റോറിയൽ, ഗ്രാമർ റിവിഷൻ, എഡിറ്റോറിയൽ, വൊക്കാബ്. ഇതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു വീക്കിൽ എത്ര RC ചെയ്യണം, മിനിമം 3 RC ഒരു വീക്കിലേക്ക് ചെയ്തിരിക്കണം, അതിനും ഒരു മാറ്റവും ഇല്ല. ആൻഡ് ക്ലോസ് ടെസ്റ്റ് എത്ര എണ്ണം ചെയ്യണം, 20 എണ്ണം. വീക്ക്ലി 20 ക്ലോസ് ടെസ്റ്റ്, അത് 20 ക്വസ്റ്റ്യനുള്ള മിനിമം 20 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്ലോസ് ടെസ്റ്റ്. അതിപ്പോൾ നിങ്ങൾ എത്ര ബ്ലാങ്ക് സ്പേസ് ഉള്ളത് വെച്ച് എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. ചിലപ്പോൾ ക്ലോസ് ടെസ്റ്റിൽ 8 എണ്ണം ഉണ്ടാവും, ചിലപ്പോൾ 7 എണ്ണം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 5 എണ്ണം ഉണ്ടാവും. സോ നിങ്ങൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അത് വെച്ച് നിങ്ങളൊരു 20 വൊക്കാബുകളോളം നിങ്ങൾ ക്ലോസ് ടെസ്റ്റിൽ നിന്ന് കവർ ചെയ്തോണം. ഓക്കെ, എത്ര സെക്ഷനിൽ എടുക്കണം? സെക്ഷനിൽ ഉറപ്പായിട്ടും ഡെയിലി എടുക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി എടുക്കുക. വീക്ക്ലി ആണ് എടുക്കുന്നതെങ്കിൽ ഫുൾ ലെങ്ത് കൂടെ എടുക്കുക. ഫുൾ ലെങ്ത് എടുക്കാൻ ശ്രമിക്കുക വീക്ക്ലി. അപ്പം റീസണിങ്ങും കോണ്ടും എല്ലാം അതിൽ കവറായിപ്പോൾ. അപ്പം മാക്സിമം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാമറും നിങ്ങളുടെ കോംപ്രഹെൻഡ് നമ്മുടെ വൊക്കാബും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നന്നായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. റിവിഷൻ ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ റിവിഷൻ ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ്, അതിൻ്റെയാണ് മോനെ ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഡേറ്റ്, സൈറ്റ്, അറ്റംപ്റ്റ്, കറക്റ്റ്, നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതെനിക്ക് പേഴ്സണലി വന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഒരു ക്വിക്ക് ഹാക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഫില്ലേഴ്സും ക്ലോസ് ടെസ്റ്റും ഏകദേശം സിമിലർ ആണ്. ഏതൊക്കെ? ഫില്ലേഴ്സും പ്ലസ് ക്ലോസ് ടെസ്റ്റ് സിമിലർ ആണ്, ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ളതാണ്. പിന്നെ സെന്റൻസ് റീഅറേഞ്ച്മെന്റ് പഠിക്കുമ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിമിലർ ആയിട്ടൊക്കെ ഒരേപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, പാരാജമ്പിൾ നമ്മൾ പാരാഗ്രാഫിനെ റീഅറേഞ്ച് ചെയ്യുന്നു, ഇവിടെ സെന്റൻസ് റീഅറേഞ്ച് സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതെന്താണ്, അത് ഏകദേശം ഒരു കോമ്പിനേഷൻ. അപ്പൊ ഇവർ കോമ്പോസ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക. കോമ്പോസ് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, വേർഡ് ഇംപ്രൂവ്മെന്റ്, എറർ ഡിറ്റക്ഷൻ, ഇവരെല്ലാവരും ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി അടുത്ത തവണ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ജനറൽ ആയിട്ടൊരു പോൾ ചെയ്യാം എന്നാണ്. ജനറൽ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ വല്ലോ, നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടൊരു പോൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ഇതുപോലെ ചോദിക്കാം. നമ്മൾ ആ ഡൗട്ടുകൾ എടുത്തിട്ട് വന്ന് നിങ്ങളോട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു നിർത്തുന്നതിന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഞങ്ങളോട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഓഫ്ലൈൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാം. അഡ്മിഷൻ സ്റ്റിൽ ഓപ്പൺ ആണ്.
സൈലം ബാങ്കിങ് ഒരുമിച്ച് നമുക്ക് ഒരേ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നിന്ന് പഠിക്കാൻ പറ്റും, അതായത് കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കാൻ പറ്റും. വെസ്റ്റ് ഹിൽ ക്യാമ്പസ് ആണ്, കോഴിക്കോട്. എല്ലാവർക്കും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഒട്ടും റെഡിയല്ല, പ്രിലിംസ് സെറ്റാണ്, പ്രിലിംസ് ക്രാക്ക് ആയി പക്ഷേ മെയിൻസ് ക്രാക്ക് ആവുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൻസ് 2.0 എന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒന്നായിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.